എന്ത് ഷോപ്പാണിത്? ഇവിടെ സെലക്ഷൻ ഉണ്ടോ? നല്ല വെറൈറ്റീസ് ഉണ്ടോ? വളരെ മോശം. അമേരിക്ക, സ്വീഡൻ, പാരീസ്, നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോ ഒന്ന് പോയി നോക്കണം. എന്തെല്ലാം മോഡൽ ജീൻസുകളാണ് അവിടെ. വേണ്ട, ബോംബെയിലും ഗോവയിലും ബാംഗ്ലൂരിലും എന്തിനേക്കും നിങ്ങൾക്ക് വരുന്ന അസൽ വെറൈറ്റി ജീൻസുകൾ കിട്ടൂലോ. പിന്നെ എന്തുകൊണ്ട് ഈ കടയിൽ മാത്രമില്ല? എനിക്കത് അറിയണം. പ്ലീസ് കം ഓൺ, ടെൽ മീ. എന്നെ പോലെ ഒരു പണക്കാരൻ അറ്റ്ലീസ്റ്റ് 3000 രൂപയുടെ ജീൻസുകൾ നിങ്ങൾക്ക് വാങ്ങിച്ചു വെച്ചൂടെ? ആരെങ്കിലും അല്ല, എല്ലാവരും കേൾക്കണം. അല്ല പിന്നെ 1500 രൂപയുടെ ജീൻസ് ഇടാൻ വേണ്ടി ദാഹിച്ചു മോഹിച്ച് ഈ കടയിൽ വരുന്ന പാവപ്പെട്ടവർക്ക് ഇതൊരു പാഠമായിരിക്കട്ടെ. ഇനി ഞാൻ ഈ പ്രദേശത്തേക്ക് വരുന്ന പ്രശ്നമില്ല. എനിക്ക് തൃപ്തിയായി. ശരി, ഓക്കെ. എന്താണ് സാർ? സെലക്ഷൻ ഇല്ല സാർ. ഇപ്പൊ ഇറങ്ങിപ്പോയ മെഷർമെന്റ് നോക്കാനായിട്ട് ജീൻസ് അടിച്ചോണ്ട് പോയി. പിടിയോനെ, അവിടെ നിക്കടാ. എവിടാ ജീൻസ്? ജീൻസ് വാങ്ങാൻ വന്നവരാ. ഈ കടയിൽ നല്ല സെലക്ഷൻ ഇല്ല. തൊട്ടപ്പുറത്തെ കടയിൽ നല്ല സെലക്ഷൻ ഉണ്ട്. കള്ള, നീ ഇട്ട് നോക്കാനെടുത്ത ജീൻസ് എവിടാ? മിസ്റ്ററെ, എന്നെ കള്ളാന്ന് മാത്രം വിളിക്കരുത്. ഇല്ലടാ, നിന്നെ പുണ്യാണെന്ന് വിളിക്കാം. ഊരടാ ജീൻസ്. അയ്യേ, ഈ റോട്ടിൽ വെച്ചോ? ആരെങ്കിലും കണ്ട മോശമല്ലേ? എന്നാ ഒരു കാര്യം ചെയ്യാം, പോലീസിനെ വിളിക്കാം. പോലീസിനെ കൊണ്ട് തന്നെ ഊരിക്കാം. പോലീസ് ഡിപ്പാർട്ട്മെന്റ് ചെറുപ്പക്കാരുടെ ജീൻസ് ഊരാനുള്ളതല്ല എന്ന് മനസ്സിലാക്കണം. അങ്ങനെ മര്യാദയ്ക്ക് ബെൽറ്റ് ഊരട്ടെ. ഇതിനകത്തെങ്ങാനും ഉണ്ടാവോ? വേഗം ഊരടാ. അതുകൂടി ഊരടാ പ്ലീസ്. എന്നെ ഒരു പാഞ്ചാലിയായിട്ട് കാണരുത്. നിന്നെ പോലെ ഒരുപാട് എണ്ണത്തിനെ കണ്ടിട്ടുണ്ടടാ. അങ്ങനെ കാണാൻ വഴിയില്ല. എന്റെ അച്ഛൻ നേരത്തെ മരിച്ചുപോയല്ലോ. നിന്നെയൊക്കെ എത്തിക്കേണ്ട ഇടത്ത് എത്തിച്ചാലേ തത്ത പറയും പോലെ സത്യം പറയും. എന്താ തോമസേ പ്രശ്നം? എന്ത് പറയാനാ പിള്ളച്ചേട്ടാ, രാവിലെ തന്നെ ഓരോന്ന് ഇറങ്ങിക്കൊള്ളും. മോഷണമാണ് പണി. കണ്ടാൽ എന്ത് മാന്യൻ. ഹലോ, എന്താടാ നീയും തുടങ്ങിയോ കളവും പിടിച്ചോറിയൊക്കെ? കക്കാൻ വേണ്ടി മനസ്സ് കൊച്ചിട്ടൊന്നും അല്ല പിള്ളച്ചേട്ടാ. കയ്യെ കാശുണ്ടായില്ല. ഇന്ന് പപ്പേട്ടൻ ജയിലിൽ നിന്ന് വരാ. പപ്പേട്ടന് കൊടുക്കാൻ വേണ്ടിട്ടാ. പപ്പ ജയിലിൽ നിന്ന് വരുന്നോ? ഈ മുതലാളിയാണ് സത്യം. ഞാൻ ഈ പറഞ്ഞു തരാം. തോമസേ നീ ഒന്ന്. എന്താ വിളിച്ചിട്ട്? പപ്പനെ അറിയില്ലേ? പാതിരാ പപ്പൻ. പപ്പന്റെ അടുത്ത ആളായവൻ. എടോ, 1500 രൂപയുടെ കാര്യത്തിന് വെറുതെ എന്തിനാ 10000 രൂപയുടെ നഷ്ടം ഉണ്ടാക്കുന്നേ? താനി വന്നേ. ഇവിടെ ജോലി ചെയ്യുന്നേ വേറെ ഒരു പണി കിട്ടിയില്ലേ? ക്ഷമിക്കണം, എനിക്ക് ആളെ മനസ്സിലായില്ല. സാറ് നേരത്തെ പറയാറുന്നില്ലേ? എന്ത്? ഇതിപ്പോ എന്റെ കട മാത്രമല്ല, സാറിന്റെ കൂടെ കടയാ. സാറിന് എന്ത് വേണമെന്ന് വെച്ചാൽ കക്കയോ കക്കാതെയോ എങ്ങനെ വേണേ എടുത്തോ. ഓ, അങ്ങനെയാണെങ്കിൽ ഒരു 8 ഷർട്ടും 10 പാന്റും ഒരു 14 അണ്ടർവെയറും പെട്ടെന്ന് പാക്ക് ചെയ്തോളൂ. 14 എണ്ണോ? ഒരാഴ്ചത്തേക്കാ. ഒന്നകത്തും ഒന്ന് പുറത്തും. ഐ എം എ സൂപ്പർമാൻ.